ഉം. പിള്ളേരൊക്കെ ഇന്ന് അല്ലേ, തണുപ്പിലാണ്. ബിയ ഇല്ലാത്തതുകൊണ്ടാണോ അന്ന മിണ്ടാതിരിക്കുന്നത്? യാക്കോബിൻ ലേഖനം ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച കൂടിയപ്പം ചിന്തിച്ചൊരു വചനമാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യമാണ്. 22-ാമത്തെ വാക്യം, യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഉറക്കം വായിക്കാം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ആകയാൽ എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വചനത്തിൽ തുടർച്ചയായിട്ടും പല ഭാഗങ്ങളത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യയിലെ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഗലാത്യ ലേഖനത്തിൽ 2 ഭാഗത്ത് പറയുന്നുണ്ട്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. അപ്പം നമ്മൾ നേരിടുന്ന വലിയൊരു അപകടമാണ് നമ്മളെ തന്നെ ചതിക്കുന്നത്. മത്തായി 23 കർത്താവ് പരീശന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളത് വായിക്കുന്നത്. അനന്തരം യേശു പുരുഷാരത്തോടും, മാത്യു 23:1 ഓൺവേർഡ്സ്, അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പം പരീശന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, അവർ പറയുന്നുണ്ട്, ചെയ്യുന്നില്ല. തുടർന്ന് 23-ാം അധ്യായം മുഴുവൻ പരീശന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ 23-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ എവിടെ അകം? ഇവിടെ കുരുടനെന്ന് ആരെയാണ് വിളിച്ചിരിക്കുന്നത്? അകം നന്നാക്കാതെ പുറം നന്നാക്കാൻ ശ്രമിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് കുരുടൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിലും കുരുടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവയില്ലാത്തവനോ കുരുടൻ അത്രേ. ആന്തരിക ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വെളിച്ചമില്ലാതിരിക്കുകയും പുറമേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, സാത്താൻ നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം എവിടെയാണ്? അനുസരിക്കാതെ പറയുക, അകം ശുദ്ധമാക്കാതെ പുറമേയുള്ള ഒരു ശുദ്ധീകരണത്തിൽ ജീവിക്കില്ല. ഭക്തിയുടെ 2 തിമോത്തിയോസ് 3 എന്താ പറയുന്നത്? ഭക്തിയുടെ വേഷമുള്ളവരായിരിക്കുക, ഭക്തിയുടെ ശക്തി ഇല്ലാത്തവരായിരിക്കുക. നമ്മളും നേരിടുന്ന ഒരു വലിയ അപകടമാണത്. ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ അവിടെ വെച്ചോണ്ട് പുറമേ നന്നായിട്ട് മറ്റുള്ളവർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി അവിടെ അവരോട് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യണം? 26-ാം വാക്യം, കിണ്ടികളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം അവയുടെ അകം വെടിപ്പാക്കുക. അതിൻ്റെ കാരണം എന്താ? മർക്കോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ അതിൻ്റെ മർക്കോസ് 7-ാം അധ്യായം 20 എന്നുള്ള വാക്യങ്ങളിൽ 23-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, മർക്കോസ് 7:23, ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പം ഈ പുറമേ ഉള്ള പ്രശ്നമല്ല ഇത്, ഇതിൻ്റെ വേരുകളെല്ലാം ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ പറഞ്ഞത്? ആദ്യം എവിടെ വെടിപ്പാക്കണം? അകം വെടിപ്പാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ പുറത്തേക്ക് വരാൻ അഴുക്കൊന്നും ഇല്ല, അശുദ്ധിയൊന്നും ഇല്ല. അപ്പോൾ പുതിയ നിയമം എപ്പോഴും കർത്താവ് അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ, ന്യായപ്രമാണം കൊടുത്തപ്പം ദൈവം എന്തായിരുന്നു ആഗ്രഹിച്ചേ?
മനുഷ്യനവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, അറിവ് പ്രാപിച്ചിട്ട് അവൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരാൾ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ പാപിയാണ്, അയ്യോ ഞാൻ അരിഷ്ടൻ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവൻ എവിടെ ചെല്ലണം? അതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. തിരുവെഴുത്തുകളെല്ലാം എന്താ ചെയ്യുന്നത്? എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. പരീക്ഷന്മാരുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അപ്പം പരീക്ഷന് അകം വെടിപ്പാക്കാനുള്ളൊരു ആഗ്രഹമില്ല, അവന് എന്തേ ഉള്ളൂ? പുറമേ. അവൻ്റെ ഉദ്ദേശം എന്താ? ഇതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. പ്രാർത്ഥിക്കുന്ന എന്തിനാ? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ പകരുന്നൊരു കാര്യം. പക്ഷെ പരീക്ഷന്മാരെന്തിനാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ദീർഘമായി പ്രാർത്ഥിക്കുന്നു? എന്തിനാ? അതുപോലെ അവരെവിടുന്ന് പ്രാർത്ഥിക്കുന്ന പറഞ്ഞേ, തിരുക്കോണുകളിൽ കവലുകളിലൊക്കെ നിന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യം. എന്താ? എല്ലാവരും കേൾക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യന്മാർക്ക് പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് തോന്നും, പക്ഷെ നിങ്ങളുടെ അകം കവർച്ചയും അഴുക്കും മുഴുവൻ നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം മനുഷ്യനെ കർത്താവിങ്കിൽ എത്തിക്കുക എന്നുള്ള. ഗലാത്യലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നയിക്കാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പം ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, സാധിക്കത്തില്ല. അപ്പോൾ പിന്നെന്താ വഴി? ഇത് കൽപ്പന തന്ന കർത്താവിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. മത്തായി 11 എന്താ കർത്താവ് പറഞ്ഞ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ ഏവരുമുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലരും അത്, പ്രത്യേകിച്ച് ഈ മാർക്കൂസ് പാർട്ടിക്കാരും പറയാറുണ്ട്, യേശുവും ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും രക്ഷിക്കാനാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനം എന്താ പറയുന്നത്? എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസങ്ങൾ, പുറമേയുള്ള ആശ്വാസമല്ല, ആത്മാവിലുള്ള ആശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇത് അനുസരിക്കാൻ ശ്രമിച്ച് സാധിക്കാതെ നിരാശരായ ഒരു കൂട്ടം മനുഷ്യർ, വേറൊരു കൂട്ടരോ അനുസരിക്കാതെ അനുസരിക്കുന്നത് നടിച്ച് പുറമേ ഒരു ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു കൂട്ടം പരീശന്മാർ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അതാ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടിയവരെല്ലാം ആരായിരുന്നു? പരീശന്മാർ പറഞ്ഞു, നിങ്ങളുടെ യേശു ആരാ? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, അവൻ പാപികളോടുകൂടെ തിന്നു കുടിക്കുന്നു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ പാപികളല്ല യേശുക്രിസ്തുവിൻ്റെ അടുക്ക വന്നേ? അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പരീശന്മാരും ശാസ്ത്രിമാരോ, അവർ യേശുവിനെ എപ്പോഴും പിന്തുടർന്ന് എന്തിനാ? അവനെ വാക്കിൽ കൊടുക്കുവാൻ, എവിടെയെങ്കിലും വിട്ട് യേശുവിനെ പിടിക്കാനായിട്ടാണ് പരീശന്മാരും ശാസ്ത്രന്മാരും വന്നത്. നമുക്കും അതേ ഒരു ആത്മാവിൽ സഭയിലായിരിക്കാൻ കഴിയും. ഈ ജീവൻ്റെ വഴിയെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, അത് വിശ്വസിക്കാത്ത ഒരാൾ ഈ ജീവൻ്റെ വചനങ്ങളെ കേൾക്കുമ്പം അവൻ അതിനെ എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമെന്നാണ് അന്വേഷിക്കുന്നത്. പക്ഷെ പാപികൾ കർത്താവിൻ്റെ അടുക്കൽ എന്തിനാ വന്നേ? വിടുതലിനും സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ വേണം, പാപക്ഷമ വേണം. നമ്മളും അതുപോലെ കർത്താവിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണോ അതോ മറ്റു പല ലക്ഷ്യങ്ങളാണോ? ഇപ്പം കർത്താവിൻ്റെ അടുക്കൽ രോഗികൾ വന്നിട്ടുണ്ട്, ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടി അവർ വന്നേ? അവർക്ക് സൗഖ്യമായിരുന്നു ആവശ്യം. കർത്താവിനെ നിരസിച്ചില്ല, അവർക്ക് സൗഖ്യവും കൊടുത്തു. വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ എത്ര മാനസാന്തരത്തിനായി വിളിക്കാൻ വന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാപികളെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 പറയുന്നത്, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിലും സകല പാപവും ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കോണം നീതിമാനും വിശ്വസ്തനുമാണ്. അപ്പം ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും ഈ എഴുതപ്പെട്ട കുറേ കൽപ്പനകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം ആർക്കാ ന്യായപ്രമാണം വേണ്ടിയേ?
നാം ശിശുക്കളായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിന് കീഴെ അടച്ച് സൂക്ഷിച്ചിരുന്നു. ഒരു ശിശുവിന് എന്തുകൊണ്ടാണ് അതെ? ശിശു എന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ലാത്ത. അപ്പം ന്യായപ്രമാണം എന്താ ചെയ്യുന്നവന്? ഒത്തിരി കൽപ്പന, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, പോകരുത്, സംസാരിക്കരുത്, ഇങ്ങനെ ഒത്തിരി കൽപ്പന കൊടുക്കുന്നത്. അവൻ അതിൻ്റെ കീഴിൽ ഇരുന്നാലേ എന്താ, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരുന്നിട്ട് അവൻ എന്താ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഞാനൊരു ഭാവിയാണ്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് യേശു രക്ഷകനായിട്ട് വരുന്നത്. ഇസ്രായേൽ അതിക്രമം വിട്ട് തിരിയുന്നവർക്കും അവൻ രക്ഷകനായിട്ട് വരുമെന്നാണ്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്കാണ് കർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. മറ്റൊരു പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുന്ന അവസരം തൃപ്തനാണ്. അവന് പരാതികളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ പരാതി ഇല്ലെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. പിന്നെ അവനെപ്പോഴും എന്താ ശ്രമിക്കുന്നത്? മറ്റുള്ളവരെ പഠിപ്പിക്കാനും മറ്റുള്ളവരെ വിധിക്കാനുമുള്ളൊരു ശ്രമത്തിലായിരിക്കും. 23 അതാ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, മത്തായി 23. എന്നിട്ട് അവരോട് പറഞ്ഞ്, അവർ പറയുന്നതെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നതെല്ലാം ശരിയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ഉപദേശം 100% ശരിയാ, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? പറയുന്നതല്ലാതെ അനുസരിക്കുന്നില്ലല്ലോ. പക്ഷെ കർത്താവിൻ്റെ വ്യത്യാസം എന്തായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 1:1 നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവ് ചെയ്തും ഉപദേശിച്ചും. പരീശന്മാർ ചെയ്യുന്നില്ല, ഉപദേശിക്കുന്നു. അപ്പം നമ്മുടെയും ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഇതേ ഒരു അപകടം നമുക്ക് കാണാൻ കഴിയും. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? റോമർ 7 അപ്പോസ്തലൻ അതാ നിലവിളിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വഴിയെ നടക്കുന്ന ഒരാൾ തൻ്റെ തന്നെ പാപത്തെയാണ് കണ്ടെത്തുന്നത്, താനൊരു അരിഷ്ടനാണെന്നാണ്. പക്ഷേ പരീശന്മാരെ ആരെയും അരിഷ്ടന്മാരെന്ന് വിളിച്ചേ? ആരെയും അരിഷ്ടന്മാരെന്ന് വിളിച്ചേ? കർത്താവിനെയും കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരെയാണ് പരീശന്മാരെ വിളിച്ചത്. ഞങ്ങൾ അവരെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം എന്താ? ഞങ്ങളെല്ലാം തികഞ്ഞവരാ, ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. കർത്താവ് എന്തു പറഞ്ഞു? മത്തായി 23 കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നരകവിധി എങ്ങനെ തെറ്റിയൊഴിയും. 33 വാക്യം, പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ തെറ്റിയൊഴിയും. മത്തായി 23:33. അപ്പം അവരവരെ കുറിച്ച് തന്നെ പറയുന്നത് എന്താ? അല്ലേ? പരീശൻ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ എന്താ പറഞ്ഞേ? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെയോ പാപിയെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പക്ഷെ അവരോട് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ നരകവിധി എങ്ങനെ തെറ്റിയൊഴിയും. പരീശനെ വിളിച്ച് വേറൊരു പദപ്രയോഗമാണ് കുരുടൻ. കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. ഈ ആന്തരിക ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വെളിച്ചമില്ലാതെ നമ്മൾ ദൈവജനമായിട്ട് നിൽക്കുന്നിടത്താണ് നമ്മൾ കുരുടനായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നടത്താൻ ശ്രമിക്കുന്നവരെ എവിടെ കൊണ്ട് ചാടിക്കും? കുഴിയിൽ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ആദ്യം നിങ്ങൾ അകം വെടിപ്പാക്ക്, നിങ്ങളുടെ തന്നെ ജീവിതത്തെ നിങ്ങൾ കാണാൻ തുടങ്ങുക, നിങ്ങൾ തന്നെ പാപത്തിന്മേൽ വിജയം പ്രാപിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുക. കർത്താവ് അതാ ചെയ്തേ, താൻ ചെയ്തും ഉപദേശിച്ചും. അപ്പം നമ്മൾ ദൈവജനമായിട്ട് നിൽക്കുമ്പം ദൈവജനം നമ്മുടെ ഉള്ളിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. മത്തായി 7 അധ്യായത്തിൽ കർത്താവ് അതിൻ്റെ 24, 25, 26, 27 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ആകയാൽ ഇനി വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ വചനങ്ങളെ കേട്ടിട്ടത് അനുസരിച്ചവർ. ഏത് വചനങ്ങളെ? അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ തിരിക്കുകയാണെങ്കിൽ, അല്ലേ, കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇല്ലേ? ഇങ്ങനെ പല സെക്ഷനായിട്ട് തിരിക്കുക. ഇപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ.
ഈ കൽപ്പനകളെ കേട്ടനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. അതെങ്ങനെ തെളിയിക്കപ്പെടുന്ന അടുത്ത വാക്യം, 25-ാം വാക്യം. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നല്ല നദികൾ പൊങ്ങി കാറ്റടിച്ച വീട്ടിന്മേൽ അടിച്ചത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഈ വൻമഴ ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? പരീക്ഷകളെയാണ് കുറിക്കുന്നത്. ഈ നദികൾ പൊങ്ങി കാറ്റടിച്ചു എന്നൊക്കെ പറയും പരീക്ഷകളാണ്. പക്ഷേ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ്റെ വീട് വീണില്ല, അതങ്ങനെ നിന്നു. തുടർന്ന് അടുത്ത 26 പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ ഈ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു, അത് വീണു, എൻ്റെ വീഴ്ച വലുതായി. രണ്ടിടത്തും നേരിട്ട പരീക്ഷ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു വീട് ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? നിന്നു, അത് വീണില്ല. മറ്റേ വീടോ വീണു. വേറൊരു ഭാഗത്ത് അതിൻ്റെ അവസാനം എന്താ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. തൊട്ട് മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കർത്താവ് അത് പറയുന്നത്. അന്ത്യ സമയത്ത് 22-ാം വാക്യത്തിൽ, കർത്താവെ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അടുത്ത വാക്യം, അധർമ്മം. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? യോഹന്നാന്റെ ലേഖനം. നമ്മൾ ഈ വചനങ്ങളെല്ലാം ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അധർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില കാഴ്ചപ്പാട് കാണും. അങ്ങനെ അല്ല അത് നമ്മൾ കാണേണ്ടത്. യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപം ചെയ്യുന്നവരെ. അധർമ്മം പ്രവർത്തിക്കുന്നത് എന്നെ വിട്ട് പോകുവീൻ. അവിടെ അധർമ്മമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, അതിൻ്റെ മുകളിൽ എന്താ പറഞ്ഞത്? അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താ? ഏതൊക്കെയാ അവർ പറഞ്ഞേ? 22-ാം വാക്യത്തിൽ, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ, പിന്നെന്നാ, വളരെ വീര്യപ്രവർത്തികൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന്. നമ്മൾ എത്ര പേര് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്? ഭൂതം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പണ്ട് ഓർക്കുന്നുണ്ടോ? കർണാടകയിൽ നിന്നൊരു സഹോദരൻ ഇവിടെ വന്ന് പുള്ളി പറഞ്ഞ സാക്ഷ്യം ഓർക്കുന്നുണ്ടോ? ഒരിക്കലും വീട്ടിലിങ്ങനെ ഭൂത ഇളകി പുള്ളിയെ വിളിച്ചു. പുള്ളിക്ക് മെയിൻ പാസ്റ്റ് അവിടെ ഇല്ല, പുള്ളിയുള്ള. അപ്പം പുള്ളി ഇങ്ങനെ പേടിച്ചാ ചെന്നാലും പുള്ളി ധൈര്യമൊക്കെ സംഭരിച്ച് ശ്വാസിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് പോന്നു. പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് ഫോൺ വന്നപ്പം പുള്ളി വിറച്ചോണ്ട് എടുത്തെന്ന്. ഫോൺ എടുത്തെന്ന് പറഞ്ഞു പുള്ളിക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അന്തം വിട്ടുപോയി. പുള്ളി പറഞ്ഞു, ഞാൻ പേടിച്ചാ ചെന്നത്. പക്ഷെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, ഇല്ലേ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഭൂതബാധയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമ്മളെങ്ങനെ ആയിരിക്കും ചെല്ലുന്നത്? ഇവിടെ പക്ഷേ അപ്പോൾ ഈ ആൾക്കാരെ ചിന്തിച്ചു നോക്കിക്കേ, ഇല്ലേ? ഈ പറയുന്ന ആൾക്കാർ ചെയ്തത് എന്താ? കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. വീര്യപ്രവൃത്തി എന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തിയും. പക്ഷെ കർത്താവ് എന്നിട്ട് അവരോട് എന്താ പറയുന്നത്? അന്ന് ഞാൻ അവരോട് 23-ാം വാക്യം, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്ക് എന്നെ വിട്ടുപോകാൻ തീർത്തവർ. അപ്പം നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് നമുക്കൊരു തൃപ്തിയുടെ ആത്മാവിൽ ജീവിക്കാനായിട്ട് കഴിയും. ഇല്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇപ്പം ഇങ്ങനെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തിയൊക്കെ ചെയ്ത ഒരാളെക്കുറിച്ച് ഒരാൾ പറയുക പുള്ളി ഫോഷ്കാണ്, ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയും? ആ പറയുന്ന ആൾക്ക് വട്ടുണ്ടെന്ന് പറയില്ലേ? പക്ഷെ നമ്മളെപ്പോഴും ഇതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഇപ്പം കർത്താവ് അതിൻ്റെ പിന്നാലെയാകും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? കർത്താവ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? പാപമുണ്ട്, നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. പുറമെ വെച്ചാൽ കർത്താവിൻ്റെ നാമത്തിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെ സമയം ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാലും അടങ്ങും. അപ്പം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് തിമോഥെയോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
2 തീമോഥെയോസ് 2:19. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അപ്പം ഒരു കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? പാപം വിട്ട് അകലണം. അപ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ ഏറ്റു പറയുന്നൊരു കാര്യം, കർത്താവ് 2 3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ടെന്നാണല്ലോ നിൻ്റെ വാഗ്ദത്തം. അപ്പോൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് ആദ്യം എന്ത് ചെയ്യണം? പാപം വിട്ട്, അല്ല അനീതി വിട്ട് അകലണം. പാപം വിട്ട് അകലാതെ നമ്മൾ ഒന്നിച്ചു കൂടിയിട്ട് കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ആന്തരിക തലത്തിൽ ഉള്ളിലുള്ള പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവ് അങ്ങോട്ടാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായിരിക്കുകയും ഇല്ല അങ്ങനെ പാപത്തിൽ ജീവിക്കുക, അതേസമയം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും പാടാനും വചനം ധ്യാനിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നമുക്ക് സുവിശേഷം അറിയിക്കാനും പറ്റും. കർത്താവ് പരീശന്മാരോട് എന്താ പറഞ്ഞേ? നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കടലും കരയും കടന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? വിദേശ രാജ്യങ്ങളുടെ മിഷനറി പ്രവർത്തനത്തിന് പോകാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നാശിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ നിന്ന് ഉള്ളൊരു എരിവിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോസ്തലൻ പൗലോസ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ആ ഒരു എരിവിലാണ് സഭയെ മുടിക്കാൻ വന്നത്. തന്നിൽ തന്നെയുള്ള ഒരു എരിവിലായിരുന്നു. പക്ഷേ കർത്താവിനെ അവൻ കണ്ടു. അവൻ്റെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തേ? ആ മുടിച്ച വിശ്വാസത്തെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അന്ന് പൗലോസിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താ ഉണ്ടായിരുന്നേ? അവരെ കൊന്നുകളയുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. ന്യായപ്രമാണത്തിനെതിരായിട്ട് പറയുന്നവനെ കൊന്നുകളയുക. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പം അവൻ്റെ ഉള്ളിൽ അവനെന്താ? അവനോട് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 26 നീ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിക്കും. അതിനു മുമ്പ് കഷ്ടമുണ്ടോ? ഇല്ല. എല്ലാം തച്ചുടച്ച് തകർത്ത് പോകുന്നൊരു പൗലോസിനെ നമ്മൾ കാണുന്നത്, ശൗൽ. പക്ഷെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴോ കഷ്ടം ഇല്ല. ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നത്, താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റ്. എവിടെയാണ് മാറ്റം വന്നത്? ഉള്ളിലാണ് മാറ്റം വന്നത്. അന്ന് അവരെ താൻ കണ്ട മൂല്യമുള്ളതെന്ന് ചിന്തിക്കുന്നതിനെ എല്ലാം ഇല്ലെന്ന് കണ്ടിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവിക മൂല്യങ്ങളിലേക്കുള്ളൊരു മടങ്ങിവരവുണ്ടായ. അപ്പോൾ നമ്മുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ എപ്പോഴും പറയുന്നത് അനുസരിച്ചിട്ട് പറയുക. അനുസരിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം പറയാനുണ്ട്. ഒരു ഭർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ എന്തുമാത്രം പറയാനുണ്ട് ഒരു ഭർത്താവിന്. ഭാര്യയുടെ മുഖത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു ഏറ്റുപറച്ചിൽ ഞാൻ ഇതുവരെ ശരിയാകാൻ ആഗ്രഹിക്കുന്നേ പറയാനുള്ളൂ. പക്ഷെ ഒരു പരീക്ഷൻ്റെ മനോഭാവത്തിൽ നിൽക്കുമ്പോഴോ ഒത്തിരി പറയാനുണ്ട്. ശരിയല്ല, ഒത്തിരി പറയാനുണ്ട്. എന്ന് പറഞ്ഞൊരു ഇമാജിനറി വേൾഡിലാണ് നമ്മൾ. പകൽ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, ദിവാസ്വപ്നം എന്നൊക്കെ പറയും. പത്രോസിലാണെന്ന് തോന്നുന്നു, അവരെ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുന്ന കാര്യത്തെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യാഥാർത്ഥ്യമല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമല്ല പറയുന്നത്. നമ്മൾ ഒരു ഇമാജിനറി വേൾഡിൽ നിന്നുകൊണ്ടും പറയാം. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമൊന്നും പറഞ്ഞ് പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഇതും തല വെച്ച് നടന്നു പോകും. പുള്ളി ഇങ്ങനെ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാൽ പോകും. സ്വപ്നം കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഇത് വിറ്റിട്ട് കുറേ പൈസ ഉണ്ടാകും, അതിനുശേഷം ഞാൻ പശുവിനെ വാങ്ങും, പശുവിനെ കറന്ന് വെണ്ണയുണ്ടാക്കും, വെണ്ണ വിറ്റിട്ട് കാശുണ്ടാകും, അതിനൊരു കല്യാണം കഴിക്കും, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കൊച്ചുണ്ടാവും. അപ്പം കൊച്ച് നോക്കാതെ ഭാര്യ അടുക്കളയിലും കണ്ട് ഇതിലോ കൊച്ച് കരഞ്ഞു. അപ്പം ഞാൻ ചെന്നിട്ട് ഒരെണ്ണം അവക്കിട്ട് കൊടുക്കുമെന്നും പറഞ്ഞിങ്ങനെ കുത്തിപ്പിടിച്ച് വടി ഉള്ളോട്ട് നോക്കി ഈ പാത്രത്തെ തട്ടിയത് ഉടഞ്ഞ് താഴെ പോയി, എല്ലാം പോയി. ശരിക്കും എന്ന് പറഞ്ഞാലോ, നമ്മുടെ ചിന്തിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടം, പ്രത്യേകിച്ച് നമ്മുടെ CFC സഭകളിൽ ഈ പരീശത്വത്തിലേക്ക് പോകാനുള്ള ഒരു അപകടമാണ്. ഇവിടെ കർത്താവ് അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധം പിടിക്കുന്നത്, ചെയ്തതേ പറയാവൂ, അനുസരിച്ചിട്ട് പറയണം. അനുസരിക്കാതെ പറഞ്ഞാലോ
ഇല്ല, നമ്മുടെ ദേഹിയിൽ വലിയൊരു എരിവും ഉത്സാഹവും മതഭക്തിയൊക്കെ ഉള്ളതാണ്. അത് മതഭക്തിയാണ്. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്തുണ്ടാവും? അനുസരിച്ച് കാര്യങ്ങൾ എന്തുണ്ടാവും? വളരെ കുറച്ചേ ഉണ്ടാവും. അവിടെയാണ് നമ്മളെ തന്നെ വഞ്ചിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് അവിടെ അപ്പോസ്തലൻ പറഞ്ഞ, യാക്കോബ് പറഞ്ഞത്, വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. തുടർന്ന് എന്താ അപ്പോസ്തലൻ പറയുന്നത്? യാക്കോബ് ലേഖനം 1:22 തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ തുടർന്ന് പറയുന്നൊരു കാര്യം, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. നമ്മളെല്ലാവരും കണ്ണാടി നോക്കാറുണ്ട്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണാടിയൊക്കെ നോക്കി ഇറങ്ങി യാത്രയിലായിരിക്കുമ്പോൾ നമ്മുടെ മുഖം ഓർക്കാൻ ശ്രമിച്ചു നോക്കിയേ, കൃത്യമായിട്ട് ഓർക്കാൻ പറ്റത്തില്ല, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് വചനം കേട്ടിട്ട് ചെയ്യാത്തവൻ. അവൻ പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒബൈ, അനുസരിക്കുന്നു. അത് ഉറ്റുനോക്കി അനുസരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടത് മറക്കാതെ അനുസരിക്കുന്നവൻ. ഉറ്റുനോക്കി നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇല്ല, നമ്മളെല്ലാം ഞായറാഴ്ചയും വചനം കേൾക്കാറുണ്ട്. അത് സ്വാഭാവികം. കണ്ണാടി കാണുന്നൊരു മനുഷ്യനോട് തുല്യ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴോ, വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഓർത്ത് നോക്കിയാൽ എന്താ ഓർക്കുന്നത്? പറഞ്ഞ വാക്ക് ഏതാന്ന് പോലും ഓർക്കത്തില്ല. പക്ഷെ അതിൽ ഉറ്റുനോക്കുന്നവനോ, ഉറ്റുനോക്കാന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്. ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുമ്പം ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നെന്നൊക്കെ ചിന്തിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരെ. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കും? പല വഴി ഇങ്ങനെ അലയായിരിക്കും. ഉറ്റുനോക്കുന്നവെന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൽ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് വെക്കുന്നവനാണ്. അവനത് മറക്കത്തില്ലെന്ന് മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? ഒരു പ്രവൃത്തി ഉണ്ടാവും, അനുസരണത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. അപ്പം നമ്മൾ കേട്ട എത്ര വചനങ്ങൾ ഓർക്കുന്നുണ്ട്? നമുക്കറിയാം, ഒന്നിൽ നിന്നൊരു കൊച്ചു രണ്ടിൽ ചെല്ലുമ്പം ഒന്നിൽ അവന് കിട്ടിയ അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടല്ല രണ്ടിലോട്ട് പോകുന്നത്. ആ അടിസ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2ാം ക്ലാസ്സിൽ അവനൊന്നും പഠിക്കാനോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഇല്ലേ? ഇപ്പം 100 വരെ എണ്ണാൻ പഠിപ്പിച്ചു. 2ാം ക്ലാസ്സിൽ അതിൻ്റെ വാക്കിയാണ് ചെയ്യുന്നത്, ഇല്ലേ? 50 കൂട്ടി എത്ര കിട്ടുമെന്ന് ചോദിക്കും. 100 വരെ എണ്ണ അറിയാത്തവൻ എന്നാ പറയും? നമ്മുടെയും ജീവിതത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിരന്തരമായിട്ട് സഭയിൽ കേൾക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ എന്താ പറയുന്നത്? എബ്രായ ലേഖനം നമ്മൾ കൂടി വരുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് എബ്രായർ 3 പറയുന്നുണ്ട്. അതിൻ്റെ 13ാം വാക്യം, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. നമ്മൾ കൂടി വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പാപത്തിൻ്റെ ചതിയാൽ. എങ്ങനെ പാപം ചതിക്കുന്നത്? എങ്ങനെ? നമുക്കറിയാം, ആദ്യം ചതിക്കപ്പെട്ടതാരാ? സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എങ്ങനെയാ ചതിച്ചേ? ദൈവത്തിൻ്റെ കൽപ്പന എത്ര? അതങ്ങനെ തന്നെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അതാ പറയുന്നത്. അതുകൊണ്ട് നീ അത് തിന്നാലും കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ പോലെ ആകും. നമ്മളിത് കേട്ടതിന് ശേഷം പുറത്തു പോയി കഴിയുമ്പം സാത്താൻ നമ്മളെന്താ പറയുന്നത്? സഹോദരൻ അങ്ങനെ ശക്തമായിട്ട് പാപത്തിനെതിരെക്കാട്ട് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ചെയ്യരുതൊന്നും അല്ല. പിന്നെ എന്തു മതി? ചെയ്തിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു ആത്മാവില്ലേ? ചെയ്തിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. പക്ഷെ വചനം എന്താ പറയുന്നത്? സാർശാക്കി 28:13 എന്താ പറയുന്നത്? തൻ്റെ അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരിയൽ ഏറ്റുപറഞ്ഞ്. അപ്പം ഏറ്റുപറച്ചിൽ എന്ത് വേണം? ഉപേക്ഷിക്കടങ്ങ് വേണം. ഉപേക്ഷിക്കാതെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാലോ? സാത്താൻ എന്താ പറയുന്നത്? നീ ഉപേക്ഷിക്കൊന്നും വേണ്ട,
ഏറ്റു പറഞ്ഞാൽ മതി. ഒരിക്കലൊരു സഹോദരി എന്നോട് ചോദിച്ചു, അല്ല ബ്രദറെ, തോന്നിയാസമൊക്കെ കാണിച്ചിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൽ അർത്ഥം വല്ലതും? എപ്പോഴും വന്നിട്ട് ഉടക്കം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് പറയാം എന്നോട് ക്ഷമിക്കണമെന്ന്. അതിനകത്ത് അർത്ഥം വല്ലോ? അതിൻ്റെ പിന്നിലുള്ള വാക്യം ഇതാ. വല്ല അർത്ഥമുണ്ടോ? നമ്മൾ പാപത്തിൽ തുടരുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്നവൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ പാപത്തിൽ തുടരുന്നവൻ. വേറെ ഭാഗത്ത് പറഞ്ഞ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, കോപിച്ചുകൊണ്ടിരിക്കുന്നവൻ, മോഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, കൈപ്പോടിരിക്കുന്നവൻ, പാപത്തിൽ തുടരുക. അത് 1:15 നമ്മൾ പലപ്പോഴും ആ വാക്യം വായിക്കാറില്ലേ? എന്താ അത്? മിക്കവാറും ഞാൻ എടുക്കുന്നൊരു വാക്യം ഒന്നെടുത്ത് ഇത് മറക്കാൻ പാടില്ല. ഇനിയും ഇത് ഓർത്തിരിക്കും. 1:15 അപ്പോൾ ഇത് കാണിക്കുന്നൊരു കാര്യം, യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നതെന്നാണ്. കേട്ടിട്ട് മറക്കുന്നവനാണെന്ന്. 15:34 നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. വേറൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാനിൽ പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കുണ്ട്. പക്ഷെ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. അത് പറഞ്ഞിട്ട് അടുത്തത് എന്താ സഹോദരൻ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നേ? നമുക്കറിയാം 1:7 തൊട്ടാണ് അവൻ വെളിച്ചത്തിലിരിക്കുന്നത്, വെളിച്ചം നടക്കുന്നത്, നമുക്ക് കൂട്ടായ്മ പുത്രന യേശുവിൻ്റെ രക്തം സകല പാപം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നത് നമ്മത്തിന് വഞ്ചിയും സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പെന്നാക്കുന്ന വിശ്വാസം നീതിമാനാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ അവൻ അസത്യവാദങ്ങൾ അതിന് നമ്മില്ലാതെയായി. ഈ ചാപ്റ്ററായിട്ട് തിരിച്ചത് ആദ്യമുള്ളതല്ല, ഇത് തുടർച്ചയായിട്ടുള്ള ഒറ്റ ലേഖനമാണ്. നമ്മളെ ചാപ്റ്റർ അങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിന് ജനിച്ചതിന് ഒന്നും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ അതാ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. അപ്പം വീണ്ടും ജനിച്ച ഒരാളുടെ ഉദ്ദേശം എന്താ? പാപം ചെയ്യാന്നാണോ ചെയ്യാതിരിക്കുക എന്നാണോ? യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരാളുടെ ആഗ്രഹം പാപം ചെയ്യരുതെന്നാണ്. പിന്നെ അടുത്ത വാക്യം എന്താ പറയുന്നത്? ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ശരിക്കും പാപത്തിൽ വീണുവെങ്കിലോ എന്നാണ് പറയുന്നത്. അല്ലെ, ചെയ്യുന്നതും വീഴുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം. ചെയ്യാന്നുള്ള മനഃപൂർവ്വമുള്ള ഒരു ആക്റ്റാണ്. മനഃപൂർവ്വം ചെയ്യുന്ന. വീഴുക എന്നുള്ളതോ മനഃപൂർവ്വമല്ല. നമ്മളാരും മനഃപൂർവ്വം വീഴാറുണ്ടോ? നമ്മൾ വീഴാതിരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ദോശ വീണുപോയാൽ എന്താ ചെയ്യുന്നത്? ചാടി എഴുന്നേൽക്കുക. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്തുവെങ്കിലോ നീതിമാന യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ടാവും, നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെയെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? 3-ാം വാക്യം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു അതിനാൽ അറിയാം. അവനെ അറിഞ്ഞിരിക്കുമെന്ന് പറയും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, സത്യം അവനിൽ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാപം ചെയ്യാതിരിക്കാൻ ഒരാളുടെ ആഗ്രഹം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇനി പാപത്തിൽ വീണുപോയാൽ അവൻ എന്താ ചെയ്യുന്നത്? ന്യായീകരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിക്കും. അതിന് പകരം തൻ്റെ പാപത്തെ ന്യായീകരിക്കുകയും വീണ്ടും പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് കാണിക്കുന്നത് എന്താ? അവരെക്കുറിച്ചാണ് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന. യൂദയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ യൂദയുടെ ലേഖനത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തി ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഈ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് നിഷേധിക്കുന്നൊരു കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം, തീത്തോസ് അതിൻ്റെ 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കൊന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കും. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും, യാതൊരു നല്ല കാര്യത്തിനും. അതാണ് ഈ 4-ാം വാക്യം യൂദ 4 പറഞ്ഞിരിക്കുന്നത്. അതാ ചിലർ
നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺനോട്ടീസ്ഡ് ആയിട്ട് വരിക എന്നാ, ശ്രദ്ധിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട് ജോറസോരം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഓർക്കുക. ഒരു കല്യാണ സ്ഥലത്ത് ചെന്നപ്പം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോറസോനോട് പറഞ്ഞു, ഒരു കാർഡുണ്ട്, ഇതിനകത്ത് കയറി വരാൻ എല്ലാവരുടെയും കയ്യിലൊരു രേഖയുണ്ടാകും, ആ രേഖയില്ലാത്ത ആരെയും ഇതിനകത്ത് കയറ്റരുതെന്ന് പറഞ്ഞു. അപ്പോൾ സോരം വാതിക്കൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കയറാൻ പുള്ളി, ജോർസോൻ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് പെണ്ണിൻ്റെ അപ്പനെ ചെറുക്കൻ്റെ അപ്പനെ ഉണ്ടാ പറഞ്ഞു, ഈ രേഖ കയ്യിലുള്ളവർ ഇവിടെ കയറ്റാവുള്ളതെന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം, കയറാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെയാ ഇത്, എന്ന് പറഞ്ഞ പോലെയാ. പാപം ചെയ്യുന്നവൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അത് പാപത്തിൽ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം പാപത്തിൽ ജീവിച്ചവരാ. നമ്മളെന്താ പാടാറുള്ളത്? ചേറ്റിലല്ലയോ കിടന്നത് ഓർത്ത് നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചത് എൻ ജീവിതേ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. അപ്പം എന്ന് പറഞ്ഞാൽ ചേറ്റി കിടന്നിടത്ത് നിന്ന് കൃപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പാപത്തിൽ ജീവിച്ച നമ്മളെ ദൈവകൃപ കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. നമ്മൾ പക്ഷെ പാപത്തിൽ തുടരുമ്പോഴോ, എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ തുടരുന്നത്? നമ്മുടെ ഉള്ളിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. അകത്ത് യാക്കോബ് അപ്പോസ്തലൻ തന്നെ ഈ ഉള്ളിലത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ 2-ാം അധ്യായത്തിലെ യാക്കോബ് 2-ന്റെ 4-ാമത്തെ വാക്യം, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി. അപ്പോൾ ഈ പ്രമാണം എവിടാ വേണ്ടിയേ? ഉള്ളിൽ. നമ്മളൊരു പാട്ടി പാടാറില്ലേ, അകമേ സത്യത്തോടെ, ഉള്ളിൽ പ്രമാണമുള്ളവരായിട്ട്. നമ്മുടെ ഉള്ളിൽ ഈ പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ, അതുകൊണ്ട് അവിടെ യാക്കോബ് അപ്പോസ്തലൻ 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, ആകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതാധിക്യവും വിട്ട് നിങ്ങളുടെ അലമാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയത്തിലുള്ള വചനം, ബുദ്ധിയിലുള്ളതല്ല, ഹൃദയം. നമ്മുടെ പ്രശ്നം എന്താ? ബുദ്ധി പ്രമാണമുണ്ട്. ബുദ്ധിയുള്ള പ്രമാണം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മറ്റുള്ളവരെ വിധിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് മാർക്കിടും. ഉള്ളിൽ പ്രമാണമുള്ളവനോ തന്നെ വിധിക്കും, തനിക്ക് തന്നെ മാർക്കിടും. എന്നിട്ട് ഞാൻ അയ്യോ അരിഷ്ടൻ എന്ന് പറയും. ഈ ബുദ്ധിയിൽ പ്രമാണമുള്ളവനോ അവർക്കയ്യോ കഷ്ടം, ഇവർക്കയ്യോ കഷ്ടം, അവരരിഷ്ടമാണ്, ഇവരരിഷ്ടമെന്ന് പറയും. ഭർത്താവ് ഭാര്യയെ നോക്കി പറയും അവൾ മഹാ അരിഷ്ടിയാണ്. ഭാര്യ ഭർത്താവിനെ നോക്കിയിട്ടെന്ന് പറയും ഇതുപോലെ അരിഷ്ടനായ ഒരു മനുഷ്യനെ കാണാൻ കിട്ടത്തില്ല. പക്ഷെ ഉള്ളി പ്രമാണമുള്ളവരെന്താ പറയുന്നത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. തുടർന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ് 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂയിങ് ഇൻ ആ പ്രമാണത്തിൽ തുടരുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവനെ കുറിച്ച് എന്താ പറഞ്ഞത്? താൻ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനെ താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ന്യായപ്രമാണ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിധിക്കപ്പെട്ടിരുന്ന ബാഹ്യമായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഉള്ളിലുള്ളതിന് വിധിയില്ല. ഉള്ളിൽ എന്താണേലും, കൊലപാതകമാണേലും വ്യഭിചാരമാണേലും അവനെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. ആ ഒരു നീതി അവരുടെ പ്രതീക്ഷിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പം കർത്താവ് എന്താ പറഞ്ഞേ? ഹൃദയം ആദ്യം ശരിയാക്കാനാണ് പറഞ്ഞത്, അകം ശരിയാക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അകത്ത് ഏതൊക്കെ തലത്തിൽ നമുക്ക് ശുദ്ധീകരണം വന്നോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. മറ്റേതെന്താ? ധർമ്മോപദേശം. 2 ഉപദേശത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവിടെ. 1 തീമോഥെയോസ് 1-ൽ. 1 ധർമ്മോപദേശം, 1 പഥ്യോപദേശം. ധർമ്മോപദേശം എന്ന് പറഞ്ഞത് അത് ആർക്കുള്ളതാ? ന്യായപ്രമാണം കീഴിലിരിക്കുന്നവർക്കുള്ളതാണ്. ന്യായപ്രമാണത്തിൻ്റെതാണ് ഈ ധർമ്മോപദേശം എന്ന് പറയുന്നത്. അങ്ങനെ നടന്നാൽ കൊള്ളാം, ഇങ്ങനെ നടക്കരുത്, ഇതൊക്കെ പറയുന്നത്. പക്ഷെ പഥ്യോപദേശം എന്ന് പറയുന്നതോ അത് ആന്തരിക ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ഉപദേശമാണ്. അപ്പം നമ്മൾ ചർച്ചിൽ നമ്മൾ ശുദ്ധീകരണത്തിൽ നടന്നിട്ടാണ് പറയുന്നത്. ഈ കൽപ്പനകളെല്ലാം നമുക്ക് അനുസരിക്കാനുള്ളതാണ്. ദൈവത്തിന് വചനം അതാ പറയുന്നില്ല. മത്തായി 28:20 എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും
ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ശിഷ്യന്റെ പ്രത്യേകത എന്താ? യെശയ്യാപ്രവചനം 50 അധ്യായത്തില് യെശയ്യാവ് 50, യെശയ്യാവ് 50 അധ്യായം അതിൻ്റെ 4 വാക്യം. തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ഏക കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന് നാവ് മാത്രമല്ല, ശിഷ്യന്റെ ചെവിയുണ്ട്. അവൻ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ശിഷ്യൻ എങ്ങനെയാ കേൾക്കുന്നത്? കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കാൻ. ഒരു ശിശുവിനെ നമ്മൾ പഠിപ്പിക്കുമ്പം അവന് സംശയങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ 1 1 2 പറഞ്ഞാൽ അവന് 1 1 2 പറയും. 2 2 4 പറഞ്ഞാൽ അവനും അങ്ങനെ തന്നെ പറയും. അവന് സംശയങ്ങളൊന്നുമില്ല. ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ശിശുക്കളെ പോലെ ആകുന്നില്ല, ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നമ്മൾ അന്നേരം എന്താ വിചാരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ചില ചിന്തകൾ കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് എതിർത്ത് നിൽക്കും. സ്തെഫാനോസ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരിൽ ആര് പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാതിരുന്നിട്ടുള്ളൂ? ഒരു ശിശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ശിശു. കർത്താവ് പറഞ്ഞില്ല മത്തായി 18, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ. ശിശുവിൻ്റെ മനസ്സ് ഫ്രീ, ഒന്നും എഴുതിയിട്ടില്ല അവിടെ. അവിടെയാണ് ഒരു ഗുരു എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? ഒത്തിരി എഴുത്തുള്ള ഒരു പേജ് പോലെയാണ്. അത് എഴുതണമെങ്കിൽ എന്ത് വേണം? അവിടെ ഇനി എഴുതണം, എന്ത് ചെയ്യണം? ആദ്യം നിലവിലുള്ള എഴുത്ത് മായ്ച്ച് കളയണം. നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്നോട് ഇനി എഴുതണമെന്നാണ് പറയുന്നത്. അപ്പം കർത്താവ് എന്താ പറയുന്നത്? ആദ്യം ഇത് മായ്ക്കണം, അല്ലെങ്കിൽ നീ തിരിഞ്ഞ് ശിശുവിനെ പോലെ ഒരു ശിഷ്യനാകണം. നിനക്ക് ശിഷ്യൻ്റെ ചെവി വേണം, ശിഷ്യൻ്റെ നാവ് വേണം. ശിഷ്യൻ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാ. ശിഷ്യൻ എപ്പോഴും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സർശാക്ക് 23:23 എന്താ വാക്യം? നീ സത്യം വിൽക്കുകയല്ല. ഒരു ശിഷ്യൻ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നവനാ. അവൻ അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല. എപ്പോഴും ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവനാ. നമ്മളങ്ങനാണോ? അപ്പം നമ്മുടെ എല്ലാം ഉള്ളിലെ ഇതെന്താ? ഇല്ല, ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് 2 വാക്ക് പ്രബോധിപ്പിക്കാൻ ഇങ്ങനെ തള്ളി 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 വരിക, തകട്ടി വരിക. ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു മനോഭാവമില്ല. എനിക്ക് ഇനിയും കേൾക്കണം, ഇനിയും പഠിക്കണം, ഇനിയും കേൾക്കണം, ഇനിയും പഠിക്കണം. അങ്ങനെ ആ ശിഷ്യൻ എവിടം വരെ എത്തും? അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാണ്. കർത്താവിൻ്റെ വാക്കുകളാത്. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനേക്കോൾ. ഗുരുവിൻ്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത് മത്തായി 11:29? സൗമ്യതയും താഴ്മയും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായാലും എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സാത്താൻ കൊണ്ടിരുന്ന പ്രത്യേകതയായത് പ്രബോധിപ്പിക്കാനുള്ളൊരു വലിയ ആഗ്രഹം, അനുസരണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധം ചിന്തിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ കനാൻ കൈവശമാക്കാൻ പോയ അതേ അവസ്ഥ തന്നെയാണ്. അത് ഇസ്രയേലിന് ദൈവം കൈവശം ശാശ്വതവശമായിട്ട് കൊടുത്തതാണ് അത്, ഇല്ലേ? ഞാൻ 6 ജാതികളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇതെല്ലാം നിനക്കും നിൻ്റെ അബ്രഹാമിനോട് സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. പക്ഷെ അവർ വെറുതെ ചെന്ന് കൈവശമാക്കുകയല്ലേ. അവർ യുദ്ധം ചെയ്ത് അതെല്ലാം പിടിച്ച്. ആദ്യം ഏതാ പിടിച്ചേ? ഹായിയോ? എരിഹോ? എരിഹോ. അതെങ്ങനെ പിടിച്ചത്? വിശ്വാസത്താല. ഒരു പ്രവൃത്തിയില്ലായിരുന്നു. വിശ്വാസം. ദൈവം പറഞ്ഞത് അങ്ങനെ ഏറ്റു പറഞ്ഞു. നിങ്ങൾ 7 ദിവസം ഇതിനെ ചുറ്റി നടക്കണം. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? മാർപ്പ് വിളിക്കണം. എരിഹോയുടെ മതിൽ വാളല്ല, അല്ലേ? അവൻ്റെ ശക്തിയും വാളും ഒന്നും ഇല്ല അവിടെ. ദൈവം എന്തു പറഞ്ഞോ അതങ്ങനെ അനുസരിച്ച് എരിഹോ മതിൽ. അതാരെ ഇടിച്ചേ?
ദൈവത്തിൻ്റെ ദൂതന്മാരടിച്ച്. ഇപ്പം നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയാണ്. പുതിയ നിയമത്തിലെ എബ്രായലേഖനത്തിലേക്ക് വരുമ്പം കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സിലും എഴുതും. ഞാൻ 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 അവിടെ നമ്മളെന്താ ആകപ്പാടാ ചെയ്യുന്നത്? വിധേയപ്പെടുത്തി കൊടുക്കുന്നേ ഉള്ളൂ. എരിയോ എങ്ങനെ പിടിച്ച്? ദൈവം പറഞ്ഞു അതുപോലെ കേട്ടനുസരിച്ചു, വേറെ ഒന്നുമില്ല. അപ്പം സൗരസന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ പ്രവൃത്തിക്ക് എന്താ സ്ഥാനമുള്ളത്? അപ്പോൾ എരിഹോ പിടിച്ചില്ല, അവർക്ക് എന്താ ഉള്ളത്? അവർക്കൊണ്ടൊരു പങ്കുണ്ട്. ദൈവം എന്ത് പറഞ്ഞു അതുപോലെ അനുസരിച്ചു. എബ്രായർ 5 എന്താ പറയുന്നത്? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ കാരണഭൂതനായി തീർന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എതിർപ്പ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സ്വയം, ആദാമിൽ നിന്ന് കിട്ടിയ സ്വയം എപ്പോഴും ഈ വിശ്വാസമാർഗത്തിനെതിരാണ്. അത് കാഴ്ചയാലാണ് നടക്കുന്നത്. പക്ഷേ ആത്മാവ് എപ്പോഴും എങ്ങനെ നടക്കുന്നത്? വിശ്വാസത്താൽ. ഈ സാത്താൻ പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത് ഈ തെറ്റായ ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിടും. അതും പുറത്തു നിന്നല്ല വരുന്നേ, നമ്മളിൽ തന്നെ വരുന്ന. കൊലോസ്യർ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന ആരും നിങ്ങളെ. ഈ സ്വന്തം ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് വരുന്നതല്ലത്. സ്വയമായിട്ട് നമുക്ക് ചിലതങ്ങ് തോന്നുക. ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു വാഗ്ദത്തമുണ്ട്. എനിക്ക് കിട്ടിയതാ, അത് എന്നിൽ തന്നെയുള്ളതല്ല. 37 സങ്കീർത്തനത്തിലാണ്. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതിയോട് അസൂയപ്പെടുകരുത് എന്നൊക്കെ. ഇപ്പം താഴെ എന്താ പറഞ്ഞത്? ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. ആ ആഗ്രഹം ആരാ തരുന്നത്? ഫിലിപ്പിയർ 2 എന്താ പറഞ്ഞത്? ഇച്ഛിക്കുക എന്നതും ആഗ്രഹം തരുന്ന ദൈവമാണ്. അപ്പം അതൊരു വാഗ്ദത്തമായിരുന്നു എനിക്ക്, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ജോലി അന്വേഷിച്ച് പോവാതിരുന്നത്. പിന്നീട് ഞെരുക്കങ്ങളൊക്കെ വന്നപ്പം സഹോദരി എന്നോട് പറയണ്ട, അന്നേ ഒരു ജോലിക്കൊക്കെ പോവായിരുന്നു. അപ്പം ഞാൻ പറയാം, അന്ന് ജോലിക്ക് പോയാൽ ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം എന്നെക്കുറിച്ച് ഇച്ഛിച്ച് ഇതായിരുന്നത് കൊണ്ട് ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ വഴികളിൽ എന്നെ നടത്തി. എനിക്ക് വേണം എൻ്റേതായ ചില ആഗ്രഹങ്ങൾ പിന്നാലെ പോകാമായിരുന്നു. പോയാൽ ഞാൻ ഇവിടെ എത്തുകയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ എത്തുകയില്ല. ശരിക്കും ആരാ എന്നേക്കും നിലനിൽക്കുന്നവൻ? ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. എന്നാൽ നിത്യത ചെല്ലുമ്പോൾ ഏതിനാ മൂല്യമുള്ളത്? ദൈവേഷ്ടം ചെയ്തതിനാ. അപ്പം നമുക്ക് സ്വന്തം ദർശനങ്ങൾ ഉണ്ടാവാം അതിനകത്ത്. പലപ്പോഴും അബ്രഹാമും ഇസ്ഹാക്കിനും അങ്ങനത്തെ അപകടങ്ങൾ സംഭവിച്ചു. ക്ഷാമം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ദൈവത്തിന് പുറത്തായിരുന്നു. അബ്രഹാം പോയതിൻ്റെ മിസ്രൈമിൽ പോയിട്ട് എന്താ കിട്ടിയേ? ഹാഗാർ. മിസ്രൈമിൽ നിന്നൊരു ഭാര്യയെ കിട്ടിയ ഹാഗാർ. ഇന്ന് ഇസ്രയേലും ഈ ശത്രുരാജ്യങ്ങളും തമ്മിലുള്ള ആരുടെ സന്തതികളാണ്? ഒന്ന് അബ്രഹാമിൻ്റെ സന്തതി യൂതന്മാരും ഹാഗാറിൻ്റെ സന്തതി ഇസ്മായേലിയരും. അതിൽ നിന്നാണ് ഈ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വർഷമായിട്ടും ഒരു സമാധാനമില്ല. എന്തിൻ്റെ പേരില്ല? എന്തിൻ്റെ കാര്യമോ? ഒറ്റ അബദ്ധം കാണിച്ച ദൈവത്തിന് പുറത്തേക്കൊരു സ്വന്തം ബുദ്ധിയിൽ പോയി. മിസ്രൈമിൽ ഭക്ഷണമുണ്ട്, പിന്നെ നമ്മൾ എന്തിനവിടെ പട്ടിണി കിടക്കുന്നത്? പോയി കളയാന്നുള്ള ചിന്തയിലാണ് പോയത്. ഇപ്പം നമ്മുടെയും കൃഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു ദർശനം ഇന്നും ഒരു വിലാപ്രഥമുള്ള ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായ ദർശനങ്ങളുണ്ടാവാം. അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട് അങ്ങനത്തെ അപകടങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിൽ ചില ഈ പാപത്തിൻ്റെ വീഴ്ച പറ്റിയതിൻ്റെ അനന്തരഫലമായിട്ട് നമുക്ക് ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനല്ല കഴിയുന്നത്. വികലമായ ചിന്താഗതിയാണ് നമുക്കുള്ളത്. സാത്താൻ അതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കത്തില്ല. ഇപ്പം നമ്മളെ എന്തിനാണ് വിളിച്ചത്? കർത്താവ് എപ്പോഴും ഏറ്റു പറഞ്ഞ കാര്യം അതാ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നേ. നമ്മുടെ എല്ലാം നമുക്ക് സ്വന്തമായൊരു ഇഷ്ടവും കാഴ്ചപ്പാടും ദർശനവും നമ്മുടേതായ വഴികളുമുണ്ട്. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കുമ്പം ദൈവേഷ്ടവും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ ദർശനങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെ നടത്തും. നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്തണം. ദൈവേഷ്ടത്തിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം ത്യജിക്കണം. എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലുണ്ട്,
ആരോഗ്യപരമായ കാര്യങ്ങളിലുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലുണ്ട്, എല്ലാത്തിലും നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്, ദൈവ ഇഷ്ടമുണ്ട്. ഇപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണേ എന്ത് ചെയ്യണം? മറന്നുപോയി. റോമർ 12:2 നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എങ്ങനെ മനസ്സ് പുതുക്കപ്പെടുന്നത്? അത് 1-ാം വാക്യം 12:1 സൗരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രഭു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീര അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങളെ ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം, അനുസരിക്കുമ്പോഴാണ് ഈ പുതുക്കം കിട്ടുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പം അനുസരിക്കുമ്പോഴേ പുതുക്കം കിട്ടുന്നത്. അന്നേരം നമ്മൾ ആന്തരിക കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങും കാര്യങ്ങളെ, ബാഹ്യ കണ്ണുകൾ കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണമല്ല. പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ബുദ്ധിയുടെ ഒരു പ്രമാണത്തിലല്ല. ബുദ്ധിയുടെ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? ചീർപ്പിക്കും, നമ്മളെ ചീർപ്പിക്കും. ഞാനെന്നുള്ളൊരു ഭാവം കൂട്ടിക്കൊണ്ടുവരും. നമ്മൾ നോക്കിയാൽ മതി, മത്സരം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ വചനം വളരെ ശക്തമായിട്ട് സംസാരിക്കുകയും പാപങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നവരുടെ ഉള്ളിൽ ഉള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു എതിർപ്പ് കാണാം നമുക്ക്, ആ ആളോടൊരു എതിർപ്പ്. എപ്പോഴും ദൈവേഷ്ടത്തിന് വേണ്ടി നിന്നവരുള്ള ബന്ധത്തിൽ എതിർപ്പ്. സ്തെഫാനസിന് എന്തിനാ കല്ലെറിഞ്ഞു വന്നേ? സ്തെഫാനസ് എന്താ പറഞ്ഞേ? ചരിത്രമാണ് പറഞ്ഞു. ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. സ്തെഫാനസിനെ നമ്മളെന്താ വായിക്കുന്നത്? അവർ കോപ പരവശരായി അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്തിനാ അവർ കോപിച്ചേ? അവരുടെ സ്വന്തം ഇഷ്ടത്തെക്കുറിച്ചുള്ള, ദൈവേഷ്ടം വിട്ട് സ്വന്തം ഇഷ്ടം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയപ്പോഴത്തേനും അവരെല്ലാം മുറിപ്പെട്ടു, അസ്വസ്ഥരായി. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടത്, നമ്മുടെ എല്ലാ ഉള്ളിൽ നമുക്കത് കാണാൻ കഴിയും. ദൈവേഷ്ടത്തിന് വേണ്ടി നിൽക്കുകയും വിട്ടുവീഴ്ചയില്ലാണ്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നവരോട് നമ്മുടെ ഉള്ളിൽ, ആത്മാവിലല്ലാതെ നമ്മുടെ ദേഹിയിലൊരു എതിർപ്പ് കാണാം. കട്ടോണ്ട് ഒരു ആൾ ഇരുട്ടത്ത് മോട്ടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, പെട്ടെന്ന് നമ്മളൊരു ടോർച്ച് അടിച്ചു, എന്താ സംഭവിക്കാൻ പോകുന്നത്? മിക്കവാറും നമ്മൾ കുത്തുകൊണ്ട് മരിക്കും. ശരിയല്ലേ? അവൻ മോഷ്ടിക്കണം അല്ല കക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് നമ്മൾ പെട്ടെന്നൊരു വെളിച്ചം കൊണ്ടുവന്നാൽ എന്താ ചെയ്യുന്നത്? തിരിച്ചാക്രമിക്കും നമ്മളെ. ആത്മീയമായിട്ട് അങ്ങനെ തന്നെയാണ്. പാപത്തിൽ തുടരുന്നതോടുള്ള ബന്ധത്തിൽ അത് വെളിച്ചത്ത് കാണിക്കുന്ന പറഞ്ഞ ആളോട് എന്താ തോന്നുന്നത്? ഭയങ്കര ഒരു വെറുപ്പും ഇല്ലായ്മയാണ് ആഗ്രഹം. ഇന്ന് ഈ പാൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ തുടങ്ങിയ വാക്യം ഏതാ? യാക്കോബ് 1:22. അത് മറക്കരുത്. വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. ഇത് കേട്ട് മറക്കാനില്ല. അപ്പം വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യണ്ടേ? മറക്കാതെ ഇത് അനുസരിക്കണം. ഈ കൽപ്പനകളെല്ലാം നമുക്ക് അനുസരിക്കാനുള്ള. എന്നെ ഒരിക്കൽ വെല്ലുവിളിച്ചൊരു കാര്യമാണ്. സാഗ്ബ്രറിൻ്റെ ഒരു മെസ്സേജ് സാഗ്ബ്രർ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഞാൻ മരിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ അനുസരിക്കണമെന്ന് ദൈവം ഈ വചനത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിച്ചിരിക്കണം. എന്നെ വല്ലാണ്ട് ഞാൻ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വെളിച്ചമായിരുന്നത്. അതെന്നെ ഏറ്റുപറച്ചിൽ. ദൈവം, ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിലായിരിക്കും ഞാൻ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ടോ? നമ്മൾ പലപ്പോഴും കൊരിന്ത്യർ വിശ്വാസികളുടെ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി. വെളിപ്പാട് 3:17 അങ്ങനെയുള്ളവരോടാ പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, നഗ്നനാണ്, കുരുടനാണ് എന്ന് നീ അറിയാതിരിക്കുക. അതാ പ്രശ്നം. സാത്താൻ അങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നത്. ഇപ്പം നഗ്നനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ആത്മീയ നഗ്നത? എന്താ? പാപം. ജനറലി പാപം എന്ന് പറയാം. അതെങ്ങനെ മൂടുന്നേ? നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ. കൊലോസ്യർ 3:12 ആകയാൽ മനസ്സലിവ്, ദയ, താഴ്മ, ദീർഘക്ഷമ ഇവ ധരിച്ചുകൊണ്ട്. അന്നേരം എന്ത് സംഭവിക്കും? നമ്മുടെ ലജ്ജ മൂടും.
നിന്റെ നഗ്നന്റെ ലജ്ജ വെളിവാതാവണം, ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. എന്താ വില? എന്താ? നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങൾ. അന്നേരം എന്താ കിട്ടുന്നത്? വെള്ളവസ്ത്രം നമുക്ക് കിട്ടും, നഗ്നത. അതുപോലെ കണ്ണിലെഴുതുവാൻ ലേപം. എന്താ അത്? എന്താ ലേപം? അത് മറക്കരുത് നമ്മൾ ഒരിക്കലും. പരിശുദ്ധാത്മാവാകുന്ന ലേപം. എഫെസ്യർ 1:17 നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാമയെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ കുറിച്ച് പറഞ്ഞ ദർശനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും കാഴ്ചയുടെ ആത്മാവ്. ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണം. ഹൃദയത്തിൻ്റെ കണ്ണ്. ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ ആത്മീയ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ബാഹ്യ കണ്ണുകൊണ്ട് ഭൗതിക കാര്യങ്ങളെ കാണുന്ന പോലെ. അല്ല, നീ അരിഷ്ടനാണെന്ന് അറിയാതിരിക്കുക. ആരാ അരിഷ്ടൻ? പൗലോസ് എന്താ പറഞ്ഞേ? ഞാൻ അരിഷ്ടൻ എപ്പോഴാ പറഞ്ഞേ? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയായി ചെയ്യുന്നു. അയ്യോ ഞാൻ അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ളവരായിരിക്കുക. നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാഴ്ചപ്പാടുള്ള നന്മയല്ല. നമുക്ക് പലപ്പോഴും അങ്ങനത്തെ നന്മ തോന്നും. കണ്ടോ, ഈ ലോകക്കാരായ ഒത്തിരി പേരുണ്ട്. ഈ പുല്ലാമ്പാറ ആകാശപ്പറവുകളെന്നും പറഞ്ഞ് ഈ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ രോഗികൾ, മാനസിക രോഗികളൊക്കെ നോക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് കേട്ടാലും ഓടിച്ചെന്ന് പുള്ളി എടുത്തുകൊണ്ടും വന്ന് അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. ദൈവത്തിൽ നിന്ന് വന്ന ആവണമെന്നില്ല, ആ മനുഷ്യനിൽ തന്നെ വന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്കും നമ്മളിൽ നിന്ന് വരുന്നൊരു നന്മകളൊക്കെ നമുക്ക് ചിന്തയുണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെതായിരിക്കത്തില്ല. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളിൽ തന്നെ വരുന്ന കാഴ്ചപ്പാടും നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമല്ല, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടുന്ന ചിലതുണ്ട്. ദൈവത്തിൽ തന്നെ പുറപ്പെട്ട് അതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നറിയോ? അത് പൂർത്തീകരിക്കപ്പെടും. നമ്മളിൽ തന്നെ പുറപ്പെടുന്നതാണല്ലോ. അവസാനം കുറച്ചാളും കഴിഞ്ഞപ്പോൾ അതെല്ലാം പൂട്ടിക്കെട്ടിയ ആൾ പോയി, എല്ലാം ഇട്ടിട്ട് പോയി. ദൈവത്തിൽ നിന്ന് വരുന്നതാണല്ലോ അതങ്ങനെ പോകത്തില്ലായിരുന്നു, അത് തുടർന്നേനെ. അപ്പം പലപ്പോഴും നമുക്ക് സാത്താൻ ഇങ്ങനത്തെ കൊണ്ടുവരും പലതും വഞ്ചിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വഴി തെറ്റി നടക്കും, ദൈവേഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കും. അപ്പം കർത്താവ് ഭൂമിയിലായിരുന്നപ്പം അവിടെ ഓർഫന്മാരില്ലായിരുന്നു, അനാഥരില്ലായിരുന്നു. യാക്കോബോസിൽ എന്താ പറയുക? അനാഥരെയും വിധവാരെയും അവർ സംഘടിപ്പിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് എന്തുകൊണ്ടൊരു അനാഥ മന്ദിരം തുടങ്ങാൻ? ഇനി വിശക്കുന്നവർക്ക് ഒരു കഞ്ഞിപ്പേര് തന്നെ തുടങ്ങാൻ? തന്നെക്കുറിച്ചുള്ള ഇഷ്ടത്തിൽ പിതാവിന് ഇഷ്ടം അതൊന്നും ഇല്ലായിരുന്നു. പിതാവിന് തന്നെക്കുറിച്ചുള്ള ഇഷ്ടം പൂർത്തീകരിക്കാനാണ് വന്നത്. മനുഷ്യ രീതി നോക്കുമ്പോൾ ഒത്തിരി ആവശ്യങ്ങളൊക്കെ കാണാം, പക്ഷെ അതിനുവേണ്ടിയല്ല താൻ വന്നത്. അപ്പം നമ്മുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി ദൈവേഷ്ടം നമ്മൾ അറിയണം, നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. ദൈവേഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാനാണ് നമ്മളെ തന്നെ സമർപ്പിക്കാൻ. നമ്മൾ പാടി പാടാറില്ലേ? ദൈവഗീതം കാണുവാൻ ചെയ്യുവാനും നിൻ മുഴുവൻ ശ്രദ്ധയും നൽകിയിടുക. ഒരു പാട്ട്, നമ്മുടെ ഒരു പാട്ടിലുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം കാണാനും ചെയ്യാനും നിൻ്റെ മുഴുവൻ ഹൃദയവും കൊടുക്കുക. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം വ്യക്തിപരമായി. അതറിഞ്ഞാൽ മാത്രം പോരാ, അത് പൂർത്തീകരിക്കുകയും ചെയ്യണം. കർത്താവ് എന്താ അവസാനം പറഞ്ഞേ? പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന വേല ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ഞാൻ തീർത്തു. അവസാനം പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന വേല ഞാൻ നിവർത്തിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളത് കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്കങ്ങനെ ലക്ഷ്യം വളരെ ചെറുപ്പത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിലിട്ടു. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. ഇപ്പം കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് അല്ലേ ശിയാവ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് പൂർത്തീകരിച്ച് കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വ്യക്തിപരമല്ല, അത് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ജനറൽ വില്ലല്ല, സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള. അപ്പം അതുകൊണ്ടാണ് പല പ്രലോഭനങ്ങളും വന്നപ്പോൾ ഞാൻ ഒഴിവായി മാറി. ജോലിക്കുള്ള ഇത് വന്നപ്പോഴും ഞാൻ നോ പറഞ്ഞു. എന്തുകൊണ്ടാണ്? എനിക്ക് ദൈവം ഇട്ട ലക്ഷ്യം അതല്ലായിരുന്നു.
അത് അതിലേ ഞാൻ പോയാൽ, എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച് ശരിയാണെന്ന് ചിന്തിച്ച് ഞാൻ പോയാൽ, നമ്മുടെ മുട്ടപ്പച്ചൻ ചോദിക്കും, അപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുത്തിട്ട് താൻ ചോദിക്കും, എനിക്ക് എന്താ നഷ്ടം പറ്റിയേ? ഞാൻ ചത്തുപോയോ? ഇല്ല, എൻ്റെ 100 വയസ്സ് വരെ ഓടിയിട്ടാണ് പുള്ളി പോയത്. തനിക്കുള്ളതെല്ലാം സുവിശേഷത്തിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ട് പട്ടിണി, ഞെരുക്കം, കഷ്ടത, അപമാനം, നിന്ന, ആ വഴിയിലൂടെ ഒക്കെ പോയാൽ താൻ തൻ്റെ ഓട്ടം തികച്ചത്. അപ്പം നമ്മളോടുള്ള ബന്ധത്തിലും ദൈവത്തിന് വ്യക്തിപരമായ ലക്ഷ്യം നമ്മളെക്കുറിച്ചുണ്ട്. നമ്മളത് കണ്ടെത്തണം. ആ ദൈവത്തിൽ തന്നെ നമ്മൾ പ്രാപിക്കേണ്ടത്. അത് കണ്ടെത്തിയിട്ട് അത് പൂർത്തീകരിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നെക്കുറിച്ചുള്ള ഇഷ്ടം ഞാനല്ലേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. നമ്മളത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ദൈവം അത് നിൽക്കുമ്പം നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത്? ആത്മീയമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നിച്ചായിരിക്കുമ്പം ആ ഒരു കാര്യം കാണാനായിട്ട് കർത്താവിന് എന്നെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. പിന്നെ ചിലരോടുള്ള ബന്ധത്തിൽ, മിക്കവാറും സഹോദരിമാരുള്ള ബന്ധത്തിൽ ഒരു നല്ല അമ്മയും ഭാര്യയുമായിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കുക ദൈവഹിതം. നല്ലൊരമ്മയും നല്ലൊരു ഭാര്യയായിരിക്കുക എന്നുള്ളതാണ്. മിക്കവാറും സഹോദരന്മാരോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ, നല്ലൊരു ഭർത്താവും നല്ലൊരു പിതാവും നല്ലൊരു സഹോദരനായിരിക്കുക എന്നുള്ളതായിരിക്കാം നമ്മളാ കണ്ടെത്തേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ദൈവഭാഗം ലജ്ജയില്ലാതെ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് എൻ്റെ കണ്ണ് തുറന്ന് എന്തിനെന്നെ വിളിച്ചെന്നുള്ളതിനെക്കുറിച്ച് നീ എനിക്കൊരു ബോധ്യം തരണമെന്നും നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറന്ന് നമ്മളെ തന്നെ ചതിക്കാതെ കേൾക്കുന്നത് ചെയ്യുന്നവരായി തീർന്ന് ഭാഗ്യവാന്മാരായി തീർന്ന് ദൈവനാമം മഹത്വപ്പെടുത്താം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.